ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാര്യം എല്ലാവരുടെയും മനസ്സും ഒക്കെ വളരെയധികം സങ്കടത്തിലാണ്. നമുക്കറിയാം, വയനാട്ടിലെ ദുരന്തം എല്ലാവരെയും വളരെയധികം മുറിവേൽപ്പിച്ചൊരു ഒരു ആക്സിഡൻറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് മനസ്സിൽ ഉള്ളൊരു എന്താ പറയുക, ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അത് മറ്റൊന്നുമല്ല, വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടായി. ഒരുപാട് പേര്, നമ്മുടെ സഹോദരന്മാർ ഒരുപാട് പേര് അങ്ങനെ മരണമടഞ്ഞു അല്ലേ. 200-300ഓളം പേരായി ഇപ്പോൾ മരണമടഞ്ഞു എന്നാണ് നമ്മളിപ്പോൾ ന്യൂസുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. നമ്മളെ വിജയിപ്പിച്ചു വിട്ട കേരളത്തിലെ ഒരു MP ആണ്, ഒരു മന്ത്രിയാണ്, ഒരു കേന്ദ്രമന്ത്രിയും കൂടിയാണ് അദ്ദേഹം. പേര് പറയുന്നില്ല. ഒരുപാട് പേര്, നമ്മുടെ സെലിബ്രിറ്റീസ് ആയാലും, നമ്മുടെ മന്ത്രിമാരും, നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരും, സെൻട്രലിലെ നമ്മുടെ ഒരു മന്ത്രിയും എല്ലാവരും നമ്മുടെ ദുരന്തമുഖത്തേക്ക് എത്തുകയുണ്ടായി. പക്ഷെ നാളെ ഇത്ര ദിവസമായിട്ടും ഈ ദുരന്തത്തിനെ കുറിച്ച് എന്താ പറയുക, ഒരു ചാനൽ ചർച്ചകളിലൊന്ന് സംസാരിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും എന്താ പറയുക, ഒരു വീഡിയോ ഇടുന്നതായിട്ടോ ഒന്നും ഞാൻ ഇതുവരെ ഈ സുരേഷ് ഏട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. എനിക്കെന്നല്ല, ഞാനിപ്പോൾ ഒരുപാട് കമൻറ്റുകളിൽ അത് കാണുകയുണ്ടായി. സുരേഷ് ഏട്ടനെ അവിടെ ഒന്ന് പോകണമെന്നോ അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണുകയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാര്യം ചിലപ്പം സുരേഷ് ഗോപി എന്ന ആ വ്യക്തി നല്ലൊരു മനുഷ്യനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, നമുക്കറിയാം. മുന്നത്തെ ചരിത്രങ്ങളെല്ലാം നമുക്ക് അറിയുന്നതാണ്. എവിടെയൊക്കെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം സുരേഷ് ഏട്ടനാണ് ആദ്യമേ സഹായ ഹസ്തമായിട്ട് ചെല്ലുന്നത്. അതെല്ലാം ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വീഡിയോ ഇടാൻ തോന്നിയതും. കാര്യം ഇത്രയും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ആദ്യമേ പ്രതീക്ഷിക്കുന്ന സുരേഷ് ഏട്ടനെയാണ്. ഞാനൊക്കെ ഫസ്റ്റിലെ പ്രതീക്ഷിച്ച് സുരേഷ് ഏട്ടനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ദിവസങ്ങളും നാളുകളും ഇത്ര ആയിട്ടും സുരേഷ് ഏട്ടന് ഇതുവരെ അങ്ങോട്ടൊന്ന് പോകുന്നതായിട്ട് നമുക്കൊരു ഒന്നും വീഡിയോ കാണാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ ഷിരൂരിലെ അർജുൻ്റെ ആ വീഡിയോയ്ക്കകത്തും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് ഏട്ടൻ പറയുന്നുണ്ടോ, അതെപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ കണ്ടത്? അതൊക്കെ കേട്ട് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇതായിപ്പോയി. അപ്പോൾ എല്ലാ മന്ത്രിമാരും, എല്ലാ ആൾക്കാരും, എല്ലാ സെലിബ്രിറ്റീസും പറ്റുന്ന പോലെ ആൾക്കാരെല്ലാം അവിടെ പോകുന്നുണ്ട്. അപ്പം നമ്മളൊരു വളരെയധികം ഇഷ്ടപ്പെട്ട് ജയിപ്പിച്ച് വിട്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു സുരേഷ് ഏട്ടൻ. അപ്പോൾ സുരേഷ് ഏട്ടനും എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മുഖാന്തരം ഇതൊന്ന് എത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, സുരേഷ് ഏട്ടൻ്റെ അടുത്തുനിന്ന് ഈ വീഡിയോ ഒന്ന് എത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നെപ്പോലെ തന്നെ ഒരുപാട് വലിയ വീഡിയോയിൽ ആഗ്രഹിക്കുന്നുണ്ട് സുരേഷ് ഏട്ടനൊന്ന് അവിടെ എത്താമെന്നുള്ളത്. അത് ചിലപ്പം സുരേഷ് ഏട്ടൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ എങ്ങനെ, ഇപ്പോൾ സെലിബ്രിറ്റീസ് ഇപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ മുഖാന്തരം ഉണ്ടാകുന്ന തിരക്ക് അത് അവിടുത്തെ റെസ്ക്യൂവിനെ ബാധിക്കുമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, അതും ഒരു വസ്തുതയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ സമയത്താണ് അവിടെ ചെല്ലേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ സമയത്താണ് നമ്മൾ അവരെ ഇന്നിപ്പോൾ താണ്ട് ലാലേട്ടൻ അവിടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ ഇപ്പോഴാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ പോകേണ്ടത്. ശരിയല്ലേ? നമ്മളെപ്പോലെ തന്നെയാണ് അവരും, അവിടെയുള്ള ജനങ്ങളെല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണ്. അവർക്കും ഈ സമയത്താണ് ഒരു സാന്ത്വനം വേണ്ടത്. അപ്പോൾ ഈ സമയത്താണ് സുരേഷ് ഏട്ടൻ്റെ ഒരു പ്രസൻസ് അവിടെ ജസ്റ്റ് ഒന്ന് പോയി മുഖം കാണിക്കുന്ന രീതിയിലെങ്കിലും അവിടെ ഉണ്ടാകേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ മുഖാന്തരമെങ്കിലും ഒരു 10 പേരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് അവിടെ ഒന്ന് എത്തുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ഞാൻ ഈ പറഞ്ഞ വീഡിയോയ്ക്ക് എന്താണ് ഞാൻ പറഞ്ഞത് അത് ഒന്ന് സുരേഷ് ഏട്ടൻ്റെ അടുത്ത് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കിത് പല കമൻറ്റുകളിലും എനിക്കിത് കാണാൻ സാധിച്ചു. ഞാൻ സുരേഷ് ഏട്ടൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പിൽ ഞാനൊരു മെമ്പറാണ്. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് എനിക്ക് കാണാൻ സാധിച്ചത് ഇത് തന്നെ. അപ്പോൾ ഞാനും ആലോചിക്കുകയുണ്ടായി, ഇത്ര ദിവസമായിട്ടും നമ്മുടെ സുരേഷ് ഏട്ടൻ മാത്രം അങ്ങോട്ട് പോയിട്ടില്ലല്ലോ എന്ന്. അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇടുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എന്താ പറയുക, അങ്ങോട്ടൊന്ന് പോകുന്നതിനെക്കുറിച്ചോ ഒന്നും ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ല. ആ സ്ഥലത്തോട്ട് പോകുന്നതിൻ്റെ കണ്ടില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടതായിട്ട് വന്നത്. അപ്പം ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ, എങ്ങനെയും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ സുരേഷൻ എത്രയും പെട്ടെന്ന് അവിടെ പോവുക. അവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ട്
പാവങ്ങളായിട്ടുള്ള അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ കൊണ്ടോ സാധിക്കുന്നില്ല. അപ്പോൾ സുരേഷ് ഏട്ടനെ കൊണ്ട് അവിടെ പറ്റുമെന്നുണ്ടെങ്കിൽ പോവുക. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് പോകാൻ പറ്റാത്ത സാധാരണക്കാർക്ക് വേണ്ടി പോകണം. അത്രയും മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു ഓൾ.